നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. വിശ്വാസ്യത തകർന്നാൽ പുനഃപരീക്ഷ നടത്തേണ്ടി വരുമെന്ന് സുപ്രീം കോടതി. ബുധനാഴ്ചയ്ക്കകം വിശദമായ സത്യവാങ്മൂലം നൽകാൻ കേന്ദ്ര സർക്കാരിനോടും എൻടിഒയോടും കോടതി നിർദ്ദേശം നൽകി. കേസ് അന്വേഷണത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് CBI സമർപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളുടെ വിശദവിവരവുമായി സിബി ജോസഫ്. അസിത, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വന്ന 38ഓളം ഹർജികളിൽ ഈ വീണ്ടും പരീക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പരിഗണിച്ചത്. ഇതിൽ പ്രധാനമായും ഈ പരീക്ഷകളിൽ വ്യാപകമായ ക്രമക്കേട് നടന്നുവെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. എന്തായാലും അത് കേന്ദ്ര സർക്കാരും NTA-യും ഇത്തരത്തിൽ ക്രമക്കേട് നടന്നുവെന്ന് സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല CBI ഇപ്പോൾ 6 കേസുകൾ അല്ലെങ്കിൽ 6 FIR-കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇട്ടതായും ഈ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തു. പക്ഷേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് ഈ പരീക്ഷാ ക്രമക്കേട് നടന്നുവെന്ന് വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ ഈ ക്രമക്കേടിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത്. മാത്രമല്ല ഇതിൻ്റെ ഈ ക്രമക്കേട് നടത്തിയതിൻ്റെ ഉപഭോക്താക്കളായ വിദ്യാർത്ഥികളെ വേർതിരിച്ച് എടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അവരുടെ എണ്ണം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമോ എന്നും സുപ്രീം കോടതി ആരായുകയും ചെയ്തു. മാത്രമല്ല അത്തരത്തിൽ ഈ കളങ്കിതരായ വിദ്യാർത്ഥികളുടെ എണ്ണം വേർതിരിച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ സ്വാഭാവികമായും അതൊരു പുനഃപരീക്ഷയിലേക്ക് പോകേണ്ടി വരുമെന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഈ നീറ്റ് പരീക്ഷയുടെ പാറ്റേൺ കൃത്യമായി അറിയിക്കാനും നിർദ്ദേശിച്ചു. അതായത് ഈ ഒരു ചോദ്യപേപ്പർ അച്ചടിച്ചത്, അവയുടെ വിതരണം, അവ ഏതൊക്കെ ലോക്കറിൽ സൂക്ഷിച്ചു, അത് വിദേശത്തേക്ക് ഈ ചോദ്യപേപ്പർ കൊണ്ടുപോകുമ്പോൾ അത് നയതന്ത്ര ബാഗ് വഴിയാണ് കൊണ്ടുപോയത് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ആ ഒരു നീറ്റ് പരീക്ഷയുടെ പാറ്റേൺ വിശദമായ റിപ്പോർട്ട് സഹിതം ഇത്തരത്തിൽ സുപ്രീം കോടതി സമർപ്പിക്കാനും ആവശ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇനി ഇതിൽ NTA-യും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ബുധനാഴ്ചയ്ക്കകം വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. അതോടൊപ്പം തന്നെ ഈ ഒരു കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന CBI ഇതുവരെയുള്ള തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഇനിയിപ്പോൾ കേസ് വീണ്ടും വ്യാഴാഴ്ചയിലേക്ക് പരിഗണിക്കുകയും ചെയ്യും. ഇനി ഈ ഒരു വിശദമായ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഈ ഒരു പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുന്ന എന്തെങ്കിലും കണ്ടെത്തിയാൽ അതിൽ ഒരു പുനഃപരീക്ഷയിലേക്ക് പോകേണ്ടി വരുമെന്നും സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ രൂക്ഷമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ NTA-ക്കുമെതിരെ ഇന്നിപ്പോൾ ഈ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അസിത, സുപ്രധാനമായ ചോദ്യങ്ങളാണ് സുപ്രീം കോടതി ഉയർത്തുന്നത്. സിബി ജോസഫ് വിവരങ്ങൾ നൽകിയത്.